കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. എന്തായിട്ടാ വീഡിയോ പോസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കാൻ വരെ ഇപ്പം ആൾക്കാരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിൽ പോയിട്ട് ഇന്നലെയാണ് തിരിച്ചു വന്നത് ഏട്ടാ. പിന്നെ പ്രധാന പരാതികളൊന്നാണ്, ചില വണ്ടികളെ വീഡിയോ മാത്രം ഞാൻ എടുക്കുന്നില്ല, അല്ലെങ്കിൽ അവരെ പറ്റി ഞാൻ വീഡിയോകളൊന്നും പറയുന്നില്ല. അത് മനഃപൂർവ്വമല്ല, ശരിക്കും വിട്ടുപോകുന്നതാണ്. പിന്നെ പൊതുവെ നമുക്ക് ഡയറക്റ്റ് മൈസൂർ റൂമും ഫുഡും ബുക്കിംഗ് തരുന്നവരെ പറ്റി ഞാൻ കുറച്ചധികം പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ കാത്തിരുന്ന നമ്മുടെ സ്വന്തം ഡൊറാഡോൻ്റെ ടർബോ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഇവർ തലയ്ക്കും തലേ ദിവസം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഫുഡിനുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോയിട്ട് കണ്ടില്ല. അങ്ങനെ ദാ വരുന്നു നമ്മുടെ ഡൊറാഡോൻ്റെ ടർബോ. അങ്ങനെ ടർബോ ചെയ്തപ്പോഴത്തേനും ടർബോ ഫ്രണ്ടിലായിട്ട് ദാ എടുക്കുന്നു അവരുടെ തന്നെ നാട്ടുകാരായിട്ടുള്ള നമ്മുടെ ഷൈലോക്കിന്റെ സഞ്ചാരി. കേരളത്തിൽ ആദ്യത്തെ Z1 വോൾവോ ക്യാബിൻ കയറിയ വണ്ടിയാണ് നമ്മുടെ ഷൈലോക്കിന്റെ സഞ്ചാരി. അവർ നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിപ്പുണ്ട്, സാബിത്ത് ഇരിപ്പുണ്ട്, ഋഷി ഇരിപ്പുണ്ട്. അവർ വേഗം തന്നെ സൈറ്റ് സീയിങ്ങിനായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ നമ്മുടെ ടർബോയുടെ ക്യാമ്പിലോട്ട് പോയി. നല്ല രസമുള്ള ഒരു ക്യാബിനും ഡ്രൈവിംഗ് സീറ്റിലും നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം ഷംലാസിക്കയും അതേപോലെ ഗോകുലുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടും, ഇതാണ് അക്ബർ. ഓൻ നമ്മുടെ ഡൊറാഡോയുടെ ഡ്രൈവറാണ്. പക്ഷേ ഈ വണ്ടീൻ്റെ ഡ്രൈവർമാർ പാക്കേജ് ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. ഈ ട്രിപ്പ് അവൻ്റെ പാക്കേജാണ്. പാക്കേജിൻ്റെ പേരെന്തൊരു പിക്ക് ഫോർ ട്രിപ്പ് എന്നാണ്. ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. ഓൻ അതിൻ്റെ ജാടയുണ്ട്. അവൻ ഡൊറാഡോൻ്റെ ടർബോയിൽ ട്രിപ്പ് ചെയ്തൊരു ജാട ഓനുണ്ട്. അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴും എന്താ നമ്മുടെ മേലേടത്തിൻ്റെ ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടി, നല്ല രസമുള്ളൊരു റെഡ് കളർ വണ്ടി നമ്മുടെ ഓപ്പോസിറ്റ് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പാർക്കിങ്ങിൽ ഒരു തമിഴ്നാട് വണ്ടിയുണ്ട്, നമ്മുടെ വർക്കലയുള്ള തെക്കത്തിലിൻ്റെ 34 സീറ്റർ ഉണ്ട്. പിന്നെ നമ്മുടെ പത്തനംതിട്ട സുൽത്താനുണ്ട്. സുൽത്താനോടൊപ്പം തന്നെ സിംബ. ഇവർ രണ്ടുപേരും ഒരുമിച്ച് സുൽത്താൻ്റെ പാക്കേജിൽ വന്നാണ്. നമ്മൾ 2 ദിവസം മുമ്പ് ഈ വണ്ടിയിൽ നമ്മുടെ മാർവലിൻ്റെ പാക്കേജ് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബേക്കിലായിട്ട് നമ്മുടെ അണ്ടർവേൾഡ് പ്രിൻസും നമ്മുടെ സ്വന്തം പട്ടാഴി അഖിലും വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് പറയേണ്ട ഒരു വണ്ടി, അതായത് എൻ്റെ മാർവലിൻ്റെ പാക്കേജിൽ നമ്മുടെ സ്വന്തം രംഗ പാർക്കിങ്ങിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാനെത്തി ലേറ്റായിപ്പോയി. രംഗയുടെ സാരഥി പനിയൊക്കെ മാറി പുള്ളിക്കാരൻ വീണ്ടും ഡ്രൈവിംഗ് സീറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ രംഗയും നേരത്തെ വന്ന് ഫുഡ് കഴിച്ചിട്ട് സൈറ്റ് സീയിങ്ങിന് പോയി. രംഗയുടെ ലിപ്പില്ലാത്തതിന് കുറവ് ആ വണ്ടിയിലുണ്ട്. ഈ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ വണ്ടിയിൽ ലിപ്പ് തീർന്നാണ്. അങ്ങനെ നമ്മുടെ രംഗ കൊണ്ടുവന്ന് നിർത്തിയത് കാളിയുടെ അടുത്താണ്. കാളിയുടെ സ്വന്തം ഓണർ ആനന്ദ് ബ്രോയായിട്ട് നമ്മുടെ പാക്കേജിൽ ആനന്ദ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാളിയുടെ 2 സെഡസ്ന വണ്ടിയും അതിൻ്റെ ഓണറുണ്ടായിരുന്നു. അവരോട് സംസാരിച്ച് അവർ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെയും കുറച്ചധികം വണ്ടികളുണ്ടായിരുന്നേ. ശരിക്കും ഞാൻ എനിക്ക് സമയം കിട്ടുന്ന കുറച്ച് വണ്ടികളുടെ വീഡിയോ മാത്രമാണ് എടുത്തത്. ഒരു തമിഴ്നാട് വണ്ടി ഉണ്ടായിരുന്നു. അതേപോലെ സൈഡിൽ നമ്മുടെ കൊല്ലംകാരനായിട്ടുള്ള നമ്മുടെ ടർബോ, കടയ്ക്കൽ വണ്ടി ടർബോ ഉണ്ട്. 2 ഓൾ ഇന്ത്യ പെർമിറ്റ് വണ്ടികൾ, ഡെൽമോണും അതേപോലെ തന്നെ ടയർ റീൽസിൻ്റെ വണ്ടികളുണ്ടായിരുന്നു. വീരൻ നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ട്രിപ്പ് വന്നതാണ്. വീരൻ്റെ കൂടെ ദീപികിൻ്റെ അണ്ടർവേൾഡ് ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഈ അണ്ടർവേൾഡിൻ്റെ ഈ ഒരു വണ്ടിയെ പറ്റി നല്ലൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴേലും സമയം കിട്ടുമ്പോൾ നമുക്ക് അണ്ടർവേൾഡിനെ പറ്റിയുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പാർക്കിങ്ങിൽ ജ്യോതിഷിൻ്റെ 1-2 വണ്ടികളുണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, വീഡിയോ എത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള വണ്ടി അത് കമൻറ്റ് ബോക്സിൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം 9 ബ്ലോഗ്സ്. ഓക്കെ, ബൈ ഗൈസ്.